കറണ്ട് അഫയേഴ്സ് പുരസ്കാരങ്ങൾ. മാധ്യമമേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2024 ലഭിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 2026 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ദർശന ജാവേരി, മണിപ്പൂരി നർത്തകി. 2026 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ദർശന ജാവേരി, മണിപ്പൂരി നർത്തകി. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖ്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ബാനു മുഷ്താഖ്. 2025 ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസാമാസ് ബോയ് എന്ന കഥയുടെ രചയിതാവ് ആര്? അഞ്ജന മേനോൻ. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ശശികുമാർ, മാധ്യമപ്രവർത്തനം; ജിലുമോൾ, മാരിയറ്റ് തോമസ്; അഭിലാഷ് ടോമി, കായികം; MK വിമൽ ഗോവിന്ദ്, സംരംഭം; ഷഹൽ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസം. ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലുമോൾ, മാരിയറ്റ് തോമസ്, ശശികുമാർ. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? സുപ്രിയ സാഹു. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി സുപ്രിയ സാഹു. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് PB അനീഷ്, കാർഷികം; രാജശ്രീ വാര്യർ, കല. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് PB അനീഷ്, കാർഷികം; രാജശ്രീ വാര്യർ, കല. 2025 ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ഹംഗേറിയൻ ഡേവിഡ് സലോ. 2025 ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ഹംഗേറിയൻ ഡേവിഡ് സലോ. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. 2025 സാഹിത്യ നോബൽ ലഭിച്ചത് ലാസ്ലോ ക്രെസ്നഹൊർക്കേയ്. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ. കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന 2025 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന 2025 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോൾ. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി സ്പിവാക്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ: AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകി അമ്മ. കൊല്ലക്കൽ ദേവകി അമ്മ, കലാമണ്ഡലം വിമല മേനോൻ, AE മുത്തുനായകം. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. 2025 മാതൃഭൂമി ബുക്സ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയിയുടെ പുസ്തകം മദർ മേരി കംസ് ടു മീ. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയിയുടെ പുസ്തകം മദർ മേരി കംസ് ടു മീ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം പ്ലാനറ്റ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി മോദി. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ടെസ്സി തോമസ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ടെസ്സി തോമസ്.
2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷൽ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷൽ. തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠനകേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്ത് എഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് MM ഹസൻ. തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠനകേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്ത് എഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് MM ഹസൻ. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത നടി ശാരദ. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത നടി ശാരദ. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. മികച്ച മലയാളം നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ എഴുത്തുകാരൻ N പ്രഭാകരൻ. മികച്ച മലയാളം നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ എഴുത്തുകാരൻ N പ്രഭാകരൻ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി R വൈരമുത്തു. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി R വൈരമുത്തു. 2025 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന് അർഹനായത് M ലീലാവതി. 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി മേതിൽ രാധാകൃഷ്ണൻ. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി മേതിൽ രാധാകൃഷ്ണൻ. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് M ലീലാവതി. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് M ലീലാവതി. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KP സുധീര. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീര. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് N പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് N പ്രഭാവർമ്മ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് E സന്തോഷ് കുമാർ. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് E സന്തോഷ് കുമാർ. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം. ഏർപ്പെടുത്തിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. സമ്മാനത്തുക 5 ലക്ഷം രൂപ. ആദ്യത്തെ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. ഓടക്കുഴൽ പുരസ്കാരം G ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയത്. G ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് നൽകുന്നത്. ഏർപ്പെടുത്തിയ വർഷം 1968. ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1968. സമ്മാനത്തുക 30,000 രൂപ. ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വിവർത്തനം തുളസീദാസ രാമായണം. ഓടക്കുഴൽ പുരസ്കാരം ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വിവർത്തനം തുളസീദാസ രാമായണം.
വയലാർ അവാർഡ് കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം. ഏർപ്പെടുത്തിയ വർഷം 1977. സമ്മാനത്തുക 1,00,000 രൂപ. അവാർഡ് നൽകുന്നത് വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27. ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡ്. ഏർപ്പെടുത്തിയ വർഷം 2012. സമ്മാനത്തുക 1,00,000 രൂപ. ആദ്യമായി ലഭിച്ചത് KJ യേശുദാസ്. 2012 ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് KJ യേശുദാസ്. ഏർപ്പെടുത്തിയ വർഷം 2012. തകഴി സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ പ്രതിഭകൾക്ക് നൽകുന്ന പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതിയാണ് ഏർപ്പെടുത്തിയത്. നൽകി തുടങ്ങിയ വർഷം 2014. സമ്മാനത്തുക 50,000 രൂപ.